Hi, hello. Welcome to once സബ് എഞ്ചിനീയറുടെ മോഡ്യൂൾ വൈസ് പ്രാക്ടീസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് മോഡ്യൂളാണ്, മോഡ്യൂൾ 2. മോഡ്യൂൾ 2-ല് മെയിനായിട്ട് പവർ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പവർ സിസ്റ്റത്തിലെ ജനറേഷൻ ആണ്, ജനറേഷൻ സൈഡ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A moderator is used in a nuclear power plant to: Option A, prevent the reactor from harmful radiations. Option B, increase the speed of neutron. Option C, decrease the speed of neutron. And option D, as a coolant. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ മെയിനായിട്ട് ന്യൂക്ലിയർ പ്ലാന്റിൽ ചോദിക്കുന്ന രണ്ട് സംഗതികളാണ്. ഒന്ന് മോഡറേറ്റർ. എന്താണ് മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ? മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ടു ഡിക്രീസ് സ്പീഡ് ഓഫ് ന്യൂട്രോൺ. രണ്ടാമത് സ്ഥിരമായി ചോദിക്കുന്നതാണ് കൺട്രോൾ റോഡ്സ്. കൺട്രോൾ റോഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു അബ്സോർബ് ന്യൂട്രോൺസ്. ഓക്കെ, ഇറ്റ് ഈസ് ടു അബ്സോർബ് ന്യൂട്രോൺസ്. രണ്ടും ചെയ്യുന്നത് എന്താണ്? രണ്ടും ചെയ്യുന്നത് കൺട്രോളിങ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യാണ് മോഡറേറ്ററും കൺട്രോൾ റോഡ്സും. മോഡറേറ്റർ ചെയ്യുന്നത് ഡിക്രീസ് സ്പീഡ് ഓഫ് ന്യൂട്രോൺ ആൻഡ് കൺട്രോൾ റോഡ്സ് ചെയ്യുന്നത് അബ്സോർബ് ന്യൂട്രോൺസ്. അപ്പൊ യൂഷ്വലി മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ആണ് നമുക്ക് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഗ്രാഫൈറ്റ് ആൻഡ് ഹെവി വാട്ടർ. ഗ്രാഫൈറ്റ് ആൻഡ് ഹെവി വാട്ടർ. കൺട്രോൾ റോഡ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് കാഡ്മിയം ആൻഡ് ഹാഫ്നിയം. കാഡ്മിയം ആൻഡ് ഹാഫ്നിയം. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡറേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ റോഡ്സ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ എന്താണ്? മോഡറേറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺ. ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺ. Next question, question number 2. The generating station which has the minimum running cost. Minimum running cost, no doubt it is hydro. Why? Because there is no fuel charge. There is no fuel charge. So minimum running cost എപ്പോഴും വരുന്നത് ഹൈഡ്രോയിൽ ആയിരിക്കും. ഹൈഡ്രോയിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഹൈ ഹെഡ്, മീഡിയം ഹെഡ് ആൻഡ് ലോ ഹെഡ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡിൽ നമ്മൾ ഏതൊക്കെ റണ്ണേഴ്സ് ആണ് യൂസ് ചെയ്യാന്നാണ് വേറെ ചോദിക്കുന്ന ചോദ്യം. അപ്പോ ഏതാണ്? ഹൈ ഹെഡിൽ വി യൂസ് പെൽട്ടൺ ടൈപ്പ് അല്ലെ, പെൽട്ടൺ ടൈപ്പ്. മീഡിയം ഹെഡിൽ വി യൂസ് ഫ്രാൻസിസ് ടൈപ്പ് ആൻഡ് ലോ ഹെഡിൽ വി യൂസ് കപ്ലാൻ ടൈപ്സ്. ഓക്കെ, the types of turbines used in hydro power plant. So ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഹൈഡ്രോ. Moving on to next question, question number 3. To increase power transfer capability of a long transmission line, we should. പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന ചോദ്യം. അപ്പൊ പവറിന്റെ ഇക്വേഷൻ അറിയണം അല്ലെ. എന്താണ് പവറിന്റെ ഇക്വേഷൻ? ഇറ്റ് ഈസ് P is equal to VS VR by X sin delta. എന്താണ് VS? ഇറ്റ് ഈസ് സെൻഡിങ് എൻഡ് വോൾട്ടേജ്, VR receiving end voltage, and X means reactance of the line connecting the two bus bars. Okay, അപ്പോൾ ഓപ്ഷൻ നമ്പർ A, increase line resistance. See, ലൈൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ ലോസസ് ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലെ. സോ ലൈൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഡെഫിനറ്റ്ലി എ റോങ് വൺ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, ഇൻക്രീസ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് അല്ലെ. സി, ട്രാൻസ്മിഷൻ വോൾട്ടേജ് വി ഇൻക്രീസ് ചെയ്താൽ പവർ ഇൻക്രീസ് ആവുമോ? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ. അപ്പൊ വി എസ് ഇൻക്രീസ് ചെയ്താൽ പവർ വിൽ ബി ഇൻക്രീസ്ഡ്. ബി ഓപ്ഷൻ ഈസ് റൈറ്റ്. അടുത്ത ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ നമ്പർ സി, ഡിക്രീസ് ദ റിയാക്ടൻസ് അല്ലെ.
പിയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് എക്സ് കുറയ്ക്കുകയാണെങ്കിൽ പി എന്ത് സംഭവിക്കും? പി കൂടും. സോ ഡിക്രീസിങ് ദ റിയാക്ടൻസ് ഈസ് ഓൾസോ എ കറക്റ്റ് ഓപ്ഷൻ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഇവിടെ? ഹിയർ ആൻസർ വിൽ ബി ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, ആൻസർ വിൽ ബി ബോത്ത് ബി ആൻഡ് സി. Power transfer capability can be increased either by increasing transmission voltage or by decreasing the reactance. Okay, അപ്പോൾ ഈ equation is very important. ഓർത്ത് വെക്കുക. Moving on to next question, question number 4. In a thermal power station, economizers are used to heat coal, air, steam and feed water. എക്കണോമൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ത് ഹീറ്റ് ചെയ്യാൻ ആണെന്നാണ് ചോദ്യം. സി, ഒരു തെർമൽ പവർ സ്റ്റേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് ബോയിലർ അല്ലേ? അസ്യൂം ഇറ്റ് ഈസ് യുവർ ബോയിലർ. ബോയിലറിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് ഫീഡ് വാട്ടർ അല്ലേ? എന്താണ്? ഫീഡ് വാട്ടർ. ആൻഡ് ഹിയർ വി വിൽ ബി സപ്ലൈയിങ് ഹീറ്റ്. ബോയിലറിൽ ഒരു ഇൻപുട്ടും കൂടെ ഉണ്ട്, അതെന്താണ്? എയർ. ഓക്കെ, എയർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബോയിൽ ആവുള്ളൂ. ഓക്കെ, സോ ദർ ആർ 2 ഇൻപുട്സ്, ഫീഡ് വാട്ടർ ആൻഡ് എയർ. അപ്പോൾ ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഫീഡ് വാട്ടർ എന്തായി മാറും? ഇറ്റ് വിൽ ബിക്കം സ്റ്റീം. ഓക്കെ, ഹൈ പ്രഷറൈസ്ഡ് സ്റ്റീമായി മാറും. ഈ സ്റ്റീമാണ് നമ്മുടെ റണ്ണറിനെ ഓർ നമ്മുടെ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സിങ്ക്രണസ് ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ. ഓക്കെ, ആൻഡ് ദ സ്റ്റീം ഈസ് അഗെയിൻ പാസ്ഡ് ത്രൂ എ കണ്ടൻസർ. അപ്പൊ ഈ സ്റ്റീം എന്തായി മാറും? ഇറ്റ് ഈസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു തെർമൽ പവർ സ്റ്റേഷന്റെ ഒരു ബേസിക് സ്കീമാറ്റിക് ഡയഗ്രാം. അപ്പൊ ഈ ബോയിലർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീമിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് വേസ്റ്റ് ആയി പോകും. ആ ഹീറ്റിനെ പറയുന്നതാണ് ഫ്ലൂ ഹീറ്റ്. എന്താണത്? ഫ്ലൂ ഹീറ്റ്. അപ്പോ ഈ ഫ്ലൂ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോയിലറിലേക്കുള്ള ഇൻപുട്ടായ എയർ ഓർ ഫീഡ് വാട്ടർ ഓൾറെഡി ഹീറ്റ് ചെയ്യാൻ സാധിക്കുമോ? യെസ്, വി ക്യാൻ ഡു ദാറ്റ് അല്ലേ? നമ്മൾ അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? ബോയിലറിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും അല്ലേ? ഈ വേസ്റ്റ് ആയി പോകുന്ന ഹീറ്റ് യൂസ് ചെയ്തിട്ട് ബോയിലറിലേക്ക് വരുന്ന ഇൻപുട്ടായ എയറിനെയും ഫീഡ് വാട്ടറിനെയും പ്രീ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തെർമൽ പവർ സ്റ്റേഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും. അപ്പോൾ ഇങ്ങനെ പ്രീ ഹീറ്റ് ആവുന്ന apparatus or components ആണ് ഫസ്റ്റ് വൺ എക്കണോമൈസർ. എക്കണോമൈസറിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്ലൂ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാട്ടറിനെ പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ്സ് വാട്ടർ. ദ സെക്കൻഡ് വൺ ഈസ് പ്രീ ഹീറ്റർ. പ്രീ ഹീറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? എയറിനെ പ്രീ ഹീറ്റ് ചെയ്യും. ഇറ്റ് പ്രീ ഹീറ്റ്സ് എയർ. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കാന് ഒരു എളുപ്പം. എക്കണോമൈസർ Z ഉണ്ട്, വാട്ടറിൽ W ഉണ്ട്. ഓക്കെ, സോ W ആൻഡ് Z അടുത്തടുത്ത് വരുന്ന ആൽഫബറ്റ്സ് ആണ്. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. എക്കണോമൈസർ പ്രീ ഹീറ്റ്സ് വാട്ടർ ആൻഡ് പ്രീ ഹീറ്റർ പ്രീ ഹീറ്റ്സ് എയർ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? എക്കണോമൈസേഴ്സ് ആർ യൂസ് ടു ഹീറ്റ്. എന്തിനാണ് എക്കണോമൈസേഴ്സ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഹീറ്റ് ഫീഡ് വാട്ടർ അല്ലേ? It is used to heat feed water. So our correct answer is option D, feed water. ഇവിടെ എക്കണോമൈസേഴ്സിന് പകരം പ്രീ ഹീറ്റർ ആയിരുന്നെങ്കിൽ പ്രീ ഹീറ്റേഴ്സ് ആർ യൂസ് ടു ഹീറ്റ് എയർ. ഓക്കെ, സോ അത്രയുമാണ് ക്വസ്റ്റ്യൻ നമ്പർ 4-ൽ പറയാൻ ഉള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. Out of following categories, nuclear, pump storage, runoff and diesel, the base load power stations are. ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ് ആയിട്ട് ഏതൊക്കെ പവർ സ്റ്റേഷൻസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്?
ബേസ് ലോഡ് ആയിട്ട് തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോയില് റൺ ഓഫ്. ഓക്കെ, ഹൈഡ്രോയില് റൺ ഓഫ് റിവർ. റൺ ഓഫ് റിവർ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സ്റ്റോറേജ്. അപ്പൊ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വാട്ടർ അവൈലബിലിറ്റിന്റെ യൂസേജ് അനുസരിച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എത്രമാത്രം വാട്ടർ വരുന്നോ അതിന് അനുസരിച്ച് മാത്രമേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്. ആൻഡ് പീക്ക് ലോഡ് ഏതൊക്കെയാണ്? പീക്ക് ലോഡ്സിൽ ഹൈഡ്രോ സ്റ്റോറേജ് ടൈപ്പ് അല്ലെ, സ്റ്റോറേജ് ടൈപ്പ്, പംപ്ഡ് സ്റ്റോറേജ്, ഡീസൽ ആൻഡ് ഗ്യാസ്. ഇത്രയുമാണ് പീക്ക് ലോഡിൽ വരുന്ന പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ചോദ്യം ദ ബേസ് ലോഡ് പവർ പ്ലാന്റ്സ് ആർ. ബേസ് ലോഡ് ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ബേസ് ആണ്, പംപ്ഡ് സ്റ്റോറേജ് ബേസ് ആണോ? അല്ല, ഇറ്റ് ഈസ് പീക്ക്. റൺ ഓഫ് ബേസ് ആണ്, യെസ്, ആൻഡ് ഡീസൽ പവർ സ്റ്റേഷൻസ് ഈസ് ഓൾസോ പീക്ക്. സോ ആൻസർ വിൽ ബി 1 and 2. That means option A will be the correct answer. Nuclear and run-off power stations are base load power stations. Next, question number 6. The power output from a hydroelectric power station depends on option A, head, type of dam and discharge. Option B, type of dam, discharge and type of catchment area. Option C, type of draft tube, type of turbine and efficiency. Option D, head, discharge and efficiency of the system. See, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ പവർ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദ്യം. See, we know power output will be proportional to Q and H. എന്താണ് Q and H? Q indicates discharge and H indicates head. Head കൂടിയാലും ഡിസ്ചാർജ് കൂടിയാലും പവർ ഔട്ട്പുട്ട് ഫ്രം എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇതിന്റെ എക്സാക്ട് ഫോർമുല ഏതാണെങ്കിൽ P will be equal to eta W QH by 102 kilowatt. എന്താണ് W? W indicates specific weight of water. Specific weight of water. Eta is efficiency. അപ്പോ ഇവിടെ നമ്മുടെ ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ഹെഡ്, ഡിസ്ചാർജ് ആൻഡ് എഫിഷ്യൻസി അല്ലെ. ഹെഡ്, ഡിസ്ചാർജ് ആൻഡ് എഫിഷ്യൻസി. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. അതായത് ടൈപ്പ് ഓഫ് ഡാം, കാച്ച്മെന്റ് ഏരിയ, അതിനൊന്നും നമ്മുടെ പവർ ഔട്ട്പുട്ട് ഫ്രം എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Moving on to next question, question number 7. In a load duration curve for an integrated power system, the uppermost crest represent the energy contributed by base load, major power stations, peaking hydro or gas, and non-conventional power stations. എന്താ ചോദ്യം? In a load duration curve, യൂഷ്വലി എങ്ങനെ ആയിരിക്കും ഒരു ലോഡ് ഡ്യൂറേഷൻ കർവ്? x-axis it will be time and y-axis it will be power P. So load duration curve will be something like this അല്ലേ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും ലോഡ് പോർഷൻസിനെ കാറ്റർ ചെയ്യുക ഇറ്റ് വിൽ ബി യൂഷ്വലി ബേസ് ലോഡ് പവർ സ്റ്റേഷൻസ് ആയിരിക്കും. ബേസ് ലോഡ് പവർ സ്റ്റേഷൻസ്. ഈ പോർഷൻസിനൊക്കെ കാറ്റർ ചെയ്യുക ഇറ്റ് വിൽ ബി പീക്ക് ലോഡ് പവർ സ്റ്റേഷൻസ്. പീക്ക് ലോഡ് പവർ സ്റ്റേഷൻസ് അല്ലെ. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ചോദ്യം. ദ അപ്പർമോസ്റ്റ് ക്രസ്റ്റ് റെപ്രസെന്റ്സ്. അപ്പർമോസ്റ്റ് ക്രസ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹൈഡ്രോ അല്ലെ. സോ ഇറ്റ് ഈസ് പീക്കിംഗ് ഹൈഡ്രോ ഓർ ഗ്യാസ് ടർബൈൻ സ്റ്റേഷൻസ്.
അതായത് പീക്ക് ലോഡ് പവർ സ്റ്റേഷൻസ് ആയിരിക്കും എപ്പോഴും അപ്പർ മോസ്റ്റ് ക്രസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന പവർ സ്റ്റേഷൻസ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, പീക്ക് ഹൈഡ്രോ gas turbine stations. Moving on to question number 8. If maximum load of generating station and rated plant capacity are equal, then load factor is 1, capacity factor is 1, load factor and capacity factor are equal, utilization factor is poor. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് ലോഡ് ഫാക്ടർ, എന്താണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ ഈസ് ആവറേജ് ലോഡ് ബൈ മാക്സിമം ലോഡ്. എന്താ ലോഡ് ഫാക്ടർ? ഇറ്റ് ഈസ് ആവറേജ് ലോഡ് ബൈ മാക്സിമം ലോഡ്. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് മാക്സിമം ലോഡിന്റെ എത്ര പെർസെന്റ് എനർജിയാണ് ജനറേറ്റ് ചെയ്തത്, അതാണ് ഈ ലോഡ് ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, ഇറ്റ് ഈസ് ആവറേജ് ലോഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് പ്ലാന്റ് കപ്പാസിറ്റിയുടെ എത്രമാത്രം പെർസെൻറ്റേജ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി. ഇവിടെ മാക്സിമം ലോഡിന്റെ എത്ര പെർസെൻറ്റേജ് എന്ന് ആയിരുന്നെങ്കിൽ സെക്കൻഡിൽ പ്ലാന്റ് കപ്പാസിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഇറ്റ് ഈസ് മാക്സിമം ലോഡ് ആൻഡ് റേറ്റഡ് പ്ലാന്റ് കപ്പാസിറ്റി ആർ ഈക്വൽ അല്ലേ? അതായത് maximum load and rated plant capacity are equal. അതായത് ഈ രണ്ട് ഇക്വേഷന്റെയും ന്യൂമറേറ്റർ ഈസ് ഓൾറെഡി സെയിം അല്ലേ? ഇറ്റ് ഈസ് ആവറേജ് ലോഡ്. ആൻഡ് നമ്മൾ ചോദ്യത്തിൽ എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് മാക്സിമം ലോഡ് ആൻഡ് പ്ലാന്റ് കപ്പാസിറ്റി ആർ സെയിം. അപ്പോൾ എന്തായി? ലോഡ് ഫാക്ടർ ഈസ് ഇക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഓക്കെ, സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, load factor is equal to plant capacity factor. Moving on to question number 9. The connected load of a consumer is 10 kilowatt and his maximum demand is 4 kilowatt. The demand factor of the consumer is. So he is asking what is the demand factor. എന്താണ് ഡിമാൻഡ് ഫാക്ടർ? ഡിമാൻഡ് ഫാക്ടർ ഈസ് മാക്സിമം ഡിമാൻഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. മാക്സിമം ഡിമാൻഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. See, one thing is for sure in that demand factor will be always less than 1. Alle? Demand factor will be always less than 1. Greater than 1 ആയിട്ടുള്ള ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? ഇറ്റ് ഈസ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഡൈവേഴ്സിറ്റി ഫാക്ടർ വിൽ ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ 4 എന്നുള്ള ഓപ്ഷനെ നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ചെയ്യാം. വൈ? because it is greater than 1. അപ്പോൾ ഇവിടെ ആൻസർ മാക്സിമം ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. എന്താണ് മാക്സിമം ഡിമാൻഡ്? ഇറ്റ് ഈസ് 4, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് 10. സോ ദ ആൻസർ വിൽ ബി 0.4. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 0.4. Now question number 10. The maximum demand of a consumer is 2 kilowatt and the corresponding daily energy consumption is 30 units. The load factor is. നമ്മൾ already we have seen എന്താണ് load factor? Load factor is average load by maximum. And maximum, it is given in the question
എത്രയാണ്? മാക്സിമം ഈസ് 2 കിലോവാട്ട് അല്ലെ? മാക്സിമം വി നോ ഇറ്റ് ഈസ് 2 കിലോ. പക്ഷെ ആവറേജ് ലോഡ് ഈസ് നോട്ട് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്താണ്? എനർജി കൺസപ്ഷൻ ആണ് അല്ലെ? അതായത് ഒരു ദിവസം കൺസ്യൂം ചെയ്ത എനർജി, ഡെയിലി എനർജി കൺസപ്ഷൻ. ഡെയിലി എനർജി കൺസപ്ഷൻ ഈസ് 30 യൂണിറ്റ്സ്. 30 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 30 യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് കിലോ വാട്ട് അവർ അല്ലെ? ഇത്രയും എനർജിയാണ് ഒരു ദിവസം കൺസ്യൂം ചെയ്തത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ഇൻ ടേംസ് ഓഫ് കിലോ വാട്ട് ആണ് അല്ലെ? നമുക്ക് എന്താ വേണ്ടത്? ഇൻ ടേംസ് ഓഫ് കിലോ വാട്ട്. അതായത് നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് പവർ ആണ്. പവർ പി അല്ലെ? സോ ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് പവർ ഫ്രം എനർജി? We know energy is equal to power into time അല്ലെ? പവർ into time. അപ്പൊ പവർ എന്തായി? പവർ ഈക്വൽ ടു എനർജി ബൈ ടൈം. ഇവിടെ എനർജി ഈസ് 30 കിലോ വാട്ട് അവർ. ടൈം എത്രയാണ്? ഡെയിലി എനർജി കൺസപ്ഷൻ ആണ് അല്ലെ? അതായത് ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ. 1 day means it is equal to 24 hours. Okay, so average load we have got as average load എന്താണ്? It is 30 by 24. 6നെ കൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്താൽ it will come as 5 by 4. So now what is load factor? Load factor is average load is 5 by 4 into 2. Okay, ഇനി നമുക്ക് വേണ്ടത് പെർസെൻറ്റേജിൽ ആണല്ലേ? സോ അതിനു വേണ്ടിയിട്ട് ഐ എം ഡൂയിങ് ഇൻറ്റു 100. സോ ഇറ്റ് ഈസ് 250 by 2, 125 by 2, or it is 62.5%. So the answer will be option C, 62.5%. Okay, so this was our last question based on load factor. So thank you all. We will meet again with module number 3 with the chapters of machines. Okay, thank you all.